നമ്മൾ ചിന്തയ്ക്കായി നമ്മൾ ഒരു വചനം നോക്കുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 4. യോഹന്നാൻ ഇങ്ങനെ വചനത്തിൽ പറയുന്നു, ബട്ട് യു ബിലോങ് ടു ഗോഡ്, മൈ ഡിയർ ചിൽഡ്രൻ. You have already won a victory over those people because the spirit who lives in you is greater than the spirit who lives in the world. Hallelujah. നമുക്ക് ആ വാക്യം ഒന്ന് കേൾക്കാം. The first letter of John chapter 4 verse number 4. 1 യോഹന്നാൻ്റെ 4:4. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ആമേൻ, സ്തോത്രം. ഇന്ന് വിളിച്ചു പറയേണ്ടത് ഞാൻ ദൈവത്തിൽ നിന്ന് ഉള്ളത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ സാഹചര്യങ്ങൾ കേൾക്കാൻ, നമ്മുടെ കാതുകൾ കേൾക്കാൻ, നമ്മളുടെ മനസ്സിലാക്കാൻ, ഹല്ലേലൂയ, ഇത് തിരിച്ചറിയാൻ ഇന്ന് വിളിച്ചു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ദൈവത്തിൽ നിന്നുള്ളത്. ഐ ബിലോങ് ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഐ ബിലോങ് ടു ഗോഡ്. ഈ ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയായത് കാരണം തിരുവചനം പറയുന്നു, യു ഹാവ് ഓൾറെഡി വൺ എ വിക്ടറി. സ്തോത്രം. അപ്പോൾ ആരുടെ മേലാണ് ജയം എടുത്തിരിക്കുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് 4-ാം അധ്യായം തുടങ്ങുമ്പം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ യേശുവില്ല എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ യേശുവിനെ തള്ളിക്കളയുന്നവർ, യേശുവിൻ്റെ ശക്തിയെ കുറച്ച് കാണിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലേ. യേശുവിനെക്കുറിച്ച് എന്ത് കേട്ടാലും അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ലോകക്കാരെ പോലെയല്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവ പൈതല, ഞാൻ ലോകക്കാരെ പോലെയല്ല. സ്തോത്രം. ലോകക്കാർക്കുണ്ടാവുന്ന അവസ്ഥകളൊന്നും എൻ്റെ ജീവിതത്തിൽ സമ്മതിക്കത്തില്ല കർത്താവ്, അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, നാം അങ്ങനെയല്ല, വി ബിലോങ് ടു ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, യു ഹാവ് ഓൾറെഡി വൺ എ വിക്ടറി. നമ്മൾ ഓൾറെഡി ജയിച്ചവരാ. എന്താ? ഹല്ലേലൂയ. ഈ മരിച്ച യേശുവിനെ ഉയർപ്പിച്ച് അതേ ആത്മാവ് ഇന്ന് നമ്മളുടെ അകത്ത് ജീവിക്കുന്നു. വചനം പറയുന്നു, ലോകത്തിലുള്ള ആത്മാവിനെക്കാട്ടിലും വലിയവനാ എൻ്റെ അകത്ത് വാഴുന്ന ആത്മാവ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഞാൻ ശക്തിയുള്ള വ്യക്തിയാണ്, ഞാൻ വാഴാൻ വിളിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്താ? എന്നേക്കും വാഴുന്ന ശക്തിയേറിയ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, ലോകത്തിനെ കീഴ്പ്പെടുത്തിയ അതേ ആത്മാവ് എൻ്റെ നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. സോ നമ്മളെ ആർക്കും ഇന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ആർക്കും തോപ്പിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ ഒരു സാഹചര്യത്തിനും തോപ്പിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. യേശു എൻ്റെ കൂടെയുള്ളതിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത് വാഴുന്നതിനാൽ എന്നെ ആർക്കും തോപ്പിക്കാൻ സാധിക്കത്തില്ല. എന്നെ ഒരു സാഹചര്യത്തിനും തീർത്ത് കളയാൻ പറ്റത്തില്ല. ആ മനുഷ്യരെക്കാട്ടിലും യു ഹാവ് വൺ വിക്ടറി ഓവർ ദോസ് പീപ്പിൾ എന്ന് പറയുന്നു. ആ ജനത്തിൻ്റെ മേൽ നീ ജയം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യർക്കും എന്നെ ചതിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പലരും പറയത്തില്ലേ, മനുഷ്യരാൽ ചതിക്കപ്പെട്ടു, അവരെന്നെ അങ്ങനെ പറ്റിച്ചു, ഇങ്ങനെ പറ്റിച്ചു, എന്നോട് പണം ചോദിച്ചു, മേടിച്ചു, പോയി, എന്നെ അങ്ങനെ വസ്തു എഴുതിയെടുത്തു, അങ്ങനെ അവരെന്നൊക്കെ പറയത്തില്ലേ. ബുദ്ധിയില്ലാത്തതായത് കാരണം അവരെന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ. ഇന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞാൽ യു ഹാവ് വൺ എ വിക്ടറി ഓവർ ദോസ് പീപ്പിൾ. ചതിയും കള്ളവും ഇല്ലായ്മയൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ മേൽ എനിക്ക് ജയമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശു മുഖാന്തരം എനിക്ക് പൂർണ്ണ ജയമുണ്ട്. ഹല്ലേലൂയ. സകലത്തിലും ജയമുണ്ട്. ചതിക്കാൻ നടക്കുന്ന ആൾക്കാർ ആർക്കും എന്നെ നിങ്ങളെയും പറ്റിക്കാൻ പറ്റത്തില്ല എന്നൊന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ആർക്കും ചതിക്കാൻ പറ്റില്ല, എന്നെ ആർക്കും പറ്റിച്ച് കളയാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താ തിരുവചനം പറയുന്നു? യു ഹാവ് ഓൾറെഡി വൺ എ വിക്ടറി. നമ്മൾ ഇപ്പം നമ്മളുടെ സാഹചര്യം നോക്കുമ്പം നമ്മൾ ജയാളികൾ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ ജയിച്ചവരാ, എല്ലാത്തിലും ജയിച്ചവരാ. ഒരു വ്യക്തിക്കോ ഒരു സാഹചര്യത്തിനോ കർത്താവിലായിരിക്കുന്ന പരിശുദ്ധ ആത്മാവുള്ള ഒരു വ്യക്തിയെ തോപ്പിക്കാൻ പറ്റത്തില്ല, ചതിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇതെന്നാ ഒരു അത്ഭുതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്ത് വസിക്കുന്നവനെ പോലെയല്ല എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവ്, എനിക്ക് ജീവൻ തരുന്ന ആത്മാവ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ.
അതിൻ്റെ 11 തൊട്ടുള്ള വാക്യങ്ങൾ, ദ സെക്കൻഡ് ലെറ്റർ ഓഫ് പോൾ ടു ടിമത്തി, 2 Timothy chapter 2 verse number 11 onwards, അതിൻ്റെ 11 തൊട്ടുള്ള വാക്യത്തിനകത്ത് വാക്യം ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ 11 ഒന്ന് വായിക്കാം. വചനം പറയുന്നു, ദിസ് ഇസ് എ ട്രസ്റ്റ് വർത്തി സെയിങ്, ഇഫ് വി ഡൈ വിത്ത് ഹിം വി ഓൾസോ ലിവ് വിത്ത് ഹിം. ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്ത് ഈ ഒറ്റ ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ, അല്ലേ? ഈ ഒരു സ്പിരിച്വാലിറ്റി മാത്രമേ ഉള്ളൂ മരിച്ചാൽ ജീവിക്കാൻ പറ്റുന്നത്. മറ്റുള്ളതെല്ലാം നമ്മൾ ജീവിച്ചിട്ട് മരിക്കുക, സ്തോത്രം. പക്ഷേ ഈ സത്യ സുവിശേഷം മാത്രമേ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. യേശു കർത്താവിൻ്റെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ നാം മരിക്കുമ്പോൾ അന്നേരം തൊട്ട് പുതുജീവൻ തുടങ്ങും, അല്ലേ? ക്രിസ്തുവിൽ മരിക്കാൻ തയ്യാറാണോ ഈ ഭൂമിയിൽ വെച്ച്? അല്ല, ഇന്ന് ക്രിസ്തുവിനോടൊപ്പം മരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ കാൽവരി ക്രൂശിൻ്റെ മരണം, ആ മരണം എൻ്റെ ജീവിതത്തിനകത്ത് ഞാനതിൻ്റെ ഒരു പങ്കാളിയാവുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിനോട് എനിക്ക് മരിക്കാൻ സാധിക്കുന്ന, ഹല്ലേലൂയ, ആ സ്നാനക്കുളത്തിനകത്ത് ക്രിസ്തു യേശുവിനോടൊപ്പം മരിച്ചാൽ ഉറപ്പായിട്ടും ഈ ലോകത്ത് മാത്രമല്ല നിത്യതയിലും ജീവിക്കാൻ സാധിക്കും. ഈ ഭൂമിയിൽ ജീവൻ വേണോ? ജീവിതത്തിനകത്ത് പല മേഖലകൾക്കകത്ത് ജീവൻ വെളിപ്പെടുന്നത് കാണണോ? എന്നാൽ ഹല്ലേലൂയ, ക്രിസ്തുവിനോടൊപ്പം മരിക്കണം. ക്രിസ്തുവിനോടൊപ്പം മരിച്ചാൽ മരിച്ച് എഴുന്നേൽക്കുന്നത് ഒരു പുതിയ ഒരു ജീവിതത്തിനകത്തേക്ക്, പുനരുദ്ധാനത്തിനകത്തേക്ക്, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വചനം പറയുന്നു, ഇഫ് വി ഡൈ വിത്ത് ഹിം വി വിൽ ഓൾസോ ലിവ് വിത്ത് ഹിം. നാം അവനോടൊപ്പം മരിച്ചാൽ, ഹല്ലേലൂയ, നാം അവനോടൊപ്പം ജീവിക്കും. അതാണ് ആ യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് പറഞ്ഞത്. ഹല്ലേലൂയ, എന്താ പറഞ്ഞത്? ഈ ലോകത്തിൻ്റെ ആത്മാവും കൊണ്ട് നടക്കുന്നവരെ പോലെ അല്ല നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് ജീവനുള്ള ആത്മാവുള്ളത് കൊണ്ട് നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്തുള്ളത് കൊണ്ട്, സ്തോത്രം, നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചാൽ നാം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് ജീവൻ വേണോ? നിത്യജീവൻ്റെ അകത്തേക്ക് പ്രവേശിക്കണോ? ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തളർന്നും മരിച്ചും ഒരു ഉയർച്ചയും ഇല്ലാതെ കിടക്കുന്നുണ്ടോ? ഇന്ന് മരിക്കാൻ, എന്നേക്കുമായി ക്രിസ്തുവിനോടൊപ്പം മരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് ജീവൻ വേണോ? മരണം വേണോ? സ്തോത്രം. അല്ലെങ്കിൽ എന്താണ് ഗ്യാരണ്ടി? ക്രിസ്തുവിൽ നാം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ജീവിക്കാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 12 പറയുന്നു, വേഴ്സ് നമ്പർ 12, 2 Timothy chapter 2 verse number 12, 2 Timotheus 2:12, if we endure hardship we will reign with him. Hallelujah. If we deny him he will deny us. കണ്ടോ, നാം കഷ്ടത അവനോടൊപ്പം സഹിച്ചാൽ, ഹല്ലേലൂയ, നാം അവനോടൊപ്പം വാഴും. നമ്മുടെ ജീവിതത്തിനകത്തെ പല മേഖലയിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ആരുടെ കൂടെ ആ ബുദ്ധിമുട്ടിനകത്തും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്നതെന്നൊന്ന് നമ്മൾ നോക്കണം. ക്രിസ്തുവിനോടൊപ്പം ആണോ? ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ സാഹചര്യത്തിനകത്തൊന്ന് കയറി വരണം, അങ്ങിതൊന്ന് കാണണം എന്ന് പറയുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു കർത്താവിനോടൊപ്പമാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവിൻ്റെ വചനം പറയുന്നു, നാം അവനോടൊപ്പം വാഴും. ഹല്ലേലൂയ. നമ്മളെ ഈ ഭൂമിയിൽ വിളിച്ചിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം വാഴാനാ. ക്രിസ്തുവില്ലെങ്കിൽ വാഴാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഒരു മേഖലയിലും വാഴാൻ പറ്റത്തില്ല. ഇന്ന് വാഴുന്നവരാണോ? ഇന്ന് കുടുംബജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, കൂടപ്പറപ്പിൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, സാമ്പത്തികത്തിൽ, മനസ്സിൻ്റെ അവസ്ഥയിൽ, വികാരങ്ങളിൽ, ചിന്തകളിൽ, എല്ലായിടത്തും വാഴണോ? വാഴണമെങ്കിൽ ക്രിസ്തുവിനോടൊപ്പമേ വാഴാൻ സാധിക്കത്തുള്ളൂ. ഇതൊന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോടൊപ്പം വാഴും. ഹല്ലേലൂയ. I will reign with him. Hallelujah. എങ്ങനെയാ? അവനോടൊപ്പം കഷ്ടത സഹിച്ചാൽ. കഷ്ടത സഹിക്കാൻ ഒറ്റൊരു മേഖലയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ജീവിതത്തിനകത്ത് കഷ്ടത വന്നിട്ട് ആ കഷ്ടതയെ വിളിച്ചു വീഴ്ത്തി, കഷ്ടതയെ വാ
എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകെ, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഒന്ന് വാഴട്ടെ. നോ, ആ കഷ്ടതയല്ല. നാം കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം കഷ്ടത അനുഭവിക്കുക. ലോകത്ത് പലതും നമ്മൾ വെടിയേണ്ടി വരും. ലോകത്ത് പലതിനോടും നമുക്ക് വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറയേണ്ടി വരും. എന്താ? നാം കാൽവരി ക്രൂശിനോടൊപ്പം ചേർന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം ആ സ്നാനക്കുളത്തിൽ നമ്മൾ ചേർന്നു. അവിടെ ചേർന്നപ്പം നാം കർത്താവിൻ്റെ സകല കഷ്ടതയുടെയും പങ്കാളിയായി. നമ്മൾ ഒരുവൻ നമുക്ക് വേണ്ടി പരമയാഗം ചെയ്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഫലങ്ങൾ ആസ്വദിച്ചാൽ മതി. ആ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം നമ്മൾ കഷ്ടതയ്ക്കകത്ത് പങ്കാളികളാകുമ്പോൾ ഹല്ലേലൂയ നാം ക്രിസ്തുവിനോടൊപ്പം വാഴും. പലവരും തെറ്റിദ്ധരിക്കും. പലവരും പറയും, കഷ്ടതയുണ്ടോ? അത് നല്ലതാ, സ്തോത്രം ചെയ്യാൻ ഞാൻ. കഷ്ടത കർത്താവ് തന്നല്ലോ, ഇനി എനിക്ക് നന്മയുണ്ട്. നോ 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 നോ, അതല്ല. വഴി പോകുന്നതിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങ് പോരട്ടെ, അല്ലെങ്കിൽ കർത്താവ് ഈ പാനപാത്രം എനിക്ക് തന്നു, ഞാനിത് കുടിക്കാം. നോ നോ നോ, അങ്ങനെയൊന്നുമല്ല. വീട്ടിനകത്തും കുടുംബത്തിനകത്തും ഒക്കെ വലിയ കഷ്ടതയുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഉടനെ അത് കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ. നോ നോ നോ, അങ്ങനെയല്ല. അതിൻ്റെ മേൽ വാഴാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഏത് കഷ്ടതയാ? ഹല്ലേലൂയ. കർത്താവ് കാൽവരി ക്രൂശിൽ അനുഭവിച്ച ആ കഷ്ടത, അത് നമ്മളുടെ ശരീരത്ത് നമ്മൾ സ്വീകരിക്കുന്നത് ഹല്ലേലൂയ സ്നാനക്കുളത്തിൽ സ്നാനപ്പെടുമ്പോൾ യേശുവിനോടൊപ്പം നമ്മൾ ചേർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കുക. നമുക്ക് കിട്ടിയത് സൗജന്യമാണ്. നമ്മൾക്ക് ആ അടിയും ഇടിയും തുപ്പും മരണവും ദണ്ഡനങ്ങളും ഒന്നും നമ്മൾ ഏറ്റില്ല. ഹല്ലേലൂയ. നമ്മളത് ക്രിസ്തുവിനെ നാം വിശ്വസിക്കുമ്പോൾ നമുക്കതെല്ലാം ഹല്ലേലൂയ നമ്മളുടെ കർത്താവ് നമുക്ക് ചെയ്തെടുത്തതിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾക്ക് നിത്യജീവനകത്തേക്ക് സൗജന്യമായി പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞത്, ഈ ലോകത്തിലുള്ള ആത്മാവിനെക്കാട്ടിലും ശക്തിയുള്ളവനാ നിൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ലോകത്തുള്ള ആൾക്കാരെ പോലെയല്ല. ഹല്ലേലൂയ. നമ്മൾ ജയിച്ചവരാ. അതാ വചനം പറയുന്ന, കാൺമീൻ നാം ദൈവമക്കൾ. കണ്ടോ? നമ്മളെ നോക്ക്, നാം ദൈവമക്കളാ. എന്താ? സൗജന്യമായി ദൈവമക്കളായതാ. ഒരുവൻ സകലതും അനുഭവിക്കാൻ തയ്യാറായതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവമക്കളായി തീർന്നു. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2 മടങ്ങി വരാം. സ്തോത്രം. എന്നൊരു വചനം പറയുന്നു, ഇഫ് വി ഡിനൈ ഹിം ഹി വിൽ ഡിനൈ us. ഹല്ലേലൂയ. പലവരെയും കണ്ടിട്ടില്ലേ? അവർ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നിടത്തും പ്രാർത്ഥിക്കുന്നിടത്തും ഒക്കെ അവർ ആരോടും പറയത്തില്ല അവർ പ്രാർത്ഥിക്കാൻ പോവാന്ന്. ആരെങ്കിലും നേരിട്ട് ചോദിച്ചാൽ പോലും അവർ പറയും, ഓ ഞാൻ മാർക്കറ്റിൽ പോവാന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ കാണാൻ പോവാന്ന് പറയും. യേശുവിൻ്റെ അടുക്കൽ പോവാണെന്ന് അവർ പറയത്തില്ല. പബ്ലിക്കായിട്ട് ഒരു സാക്ഷ്യം പറയത്തില്ല. യേശു നന്മ ചെയ്ത് തന്നു എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. അതാരെങ്കിലും ചോദിച്ചാൽ പോലും അത് ഒതുക്കി അങ്ങ് വെക്കും. അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് തിരിച്ച് ഒക്കെ വെക്കും. കർത്താവിൻ്റെ വചനം തീർച്ചയായിട്ടും പറയുന്നു, യേശുവിനെ തള്ളിക്കളയുന്നവരെ യേശുവിനും അറിയത്തില്ല. സ്തോത്രം. ഇന്ന് നമുക്ക് യേശുവിനോടൊപ്പം വാഴേണ്ടവരാ. ഇന്ന് ധൈര്യമായിട്ട് പറയണം, ഞാൻ സേവിക്കുന്ന ദൈവമോ യേശുവ, എൻ്റെ അകത്ത് വാഴുന്നതോ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. നമ്മളിത് ധൈര്യത്തോടെ നമ്മൾ വിളിച്ചു പറയും തോറും, അല്ലെ ധൈര്യത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും തോറും കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 13 പറയുന്നു, ഇഫ് വി ആർ ഫെയ്ത്ത്ഫുൾ ഹി റിമെയിൻ. ഇഫ് വി ആർ, എന്ന് വായിച്ച 13, നാം അവിശ്വസ്തരായി തീർന്നാലും. കണ്ട, നമ്മൾ അവിശ്വസ്തരാണെങ്കിലും കർത്താവ് വിശ്വസ്തനാ. നമ്മൾ എത്ര കൊള്ളാത്തവരാണെങ്കിലും കർത്താവ് കൊള്ളുന്നവനാ. ഇതുകൊണ്ട് നമുക്ക് ധൈര്യം. യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് ധൈര്യം തന്നത്, എന്താ ധൈര്യം തന്നത്? നിങ്ങളോ ദൈവമക്കളാ, നമ്മൾ ഓൾറെഡി ജയിച്ചവരാ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ് നമ്മളുടെ അകത്ത് വസിക്കുന്നു. സ്തോത്രം. നമ്മൾ എന്ത് പറഞ്ഞാലും എടുത്താലും എങ്ങനെ നമ്മൾ പോയാലും യേശു നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. ബാക്കിയൊന്നും അതിനകത്തൊന്നും ഒരു കാര്യമില്ല. യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് നമ്മളെ ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്നത്. നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും, അല്ലേ, എന്നെക്കാട്ടിലും ശക്തനായവൻ ഉള്ളത് കാരണം എന്തുവാ നമുക്കൊക്കെ പറ്റുന്നത്? നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റും. നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഓരോന്നിനകത്തും ഇറങ്ങിത്തിരിക്കാൻ പറ്റും. എന്താ? കർത്താവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത്
ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുന്നത്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 4:4 മടങ്ങി വന്ന് അതിൻ്റെ 5 കയറുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ദോസ് people belong to this world, so they speak about the world's viewpoint and the world listens to them, but we belong to God and those who know God listen to us. കണ്ടോ, അതിൻ്റെ 5-6 പറയുന്നു, ആ ആൾക്കാരോ അവർ ലോകത്തിനെ പോലെ സംസാരിക്കുന്നു, പക്ഷെ ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിലുള്ളവർ ലോകക്കാരെ പോലെ സംസാരിക്കും. ഒരു മുഴ കണ്ടാൽ അവർ പറയും ഇത് ക്യാൻസറാണ്. ഒരു തുമ്മൽ വന്നാൽ അവർ പറയും അയ്യോ ഇത് മഹാരോഗമാണ്. അവർ പ്രത്യാശയില്ലാത്തവർ, അവർ പറയും ഓ എന്തോ ചെയ്യാനാ, മരുന്നൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല, ഇനി ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയും. അവർ മക്കളെ നോക്കിയിട്ട് അവർ പലതും പറയും. ഹല്ലേലൂയ. അവർ ലോകക്കാരാ. ജോലി കിട്ടാതിരിക്കുമ്പോൾ അവർ പറയും ഓ ജോലിയൊന്നും ആർക്കും ഒന്നും കിട്ടുന്നില്ല, എങ്ങനെ പോയാലേ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, നെഗറ്റീവ് പറയും. ഹല്ലേലൂയ, സ്തോത്രം. അവർ എല്ലാത്തിനകത്തും അവർ കുറ്റവും കുറവും കണ്ടുപിടിക്കും. പക്ഷേ വചനം പറയുന്നത് നാം അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരാ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവർ പ്രത്യാശയാണ് കേൾക്കുന്നത്. ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവർ ഹല്ലേലൂയ ജീവനാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനം പറഞ്ഞത് നാം അവനോടൊപ്പം മരിക്കണം. നാം അവനോടൊപ്പം മരിച്ചാൽ ലോകത്തിൻ്റെ അവസ്ഥകളെ നമുക്ക് മരിപ്പിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ലോകത്തിനെ കേൾക്കണ്ട, ഇന്ന് കർത്താവ് പറയുന്നത് കേട്ടാൽ മതി. ഇന്നൊന്ന് പറഞ്ഞ് എനിക്ക് ജീവൻ കേട്ടാൽ മതി, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് അനുഗ്രഹം കേട്ടാൽ മതി. വേണ്ടാത്തതൊന്നും കേൾക്കാൻ നിൽക്കല്ലേ. ഹല്ലേലൂയ. പലവരും ചുറ്റിനും പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നവർ പോലും പലവരും ചുറ്റിനും നിന്ന് ദൈവരാജ്യത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പം അവിടെ കാതും പൂട്ടിയിട്ട് പറയണം എനിക്ക് കേൾക്കണ്ട, എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്ക് ഹല്ലേലൂയ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടാൽ മതി, എനിക്ക് ഉയർച്ചയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകൾ കേട്ടാൽ മതി, എനിക്ക് ഹല്ലേലൂയ ഞാൻ കർത്താവിൻ്റേതാ, അത് കാരണം എന്നെ ആർക്കും കോട്ടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, എന്നെ ആർക്കും കള്ളം പറഞ്ഞ് ഒതുക്കാൻ പറ്റത്തില്ല. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ഞാൻ വസിക്കുക, ഞാൻ ക്രിസ്തുവിനോടൊപ്പം വാഴുക. കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടതകൾ അനുഭവിച്ചതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഇനിയും വാഴുക ചെയ്യുന്നേ. ഹല്ലേലൂയ. ഇത് നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുക. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വചനം അവിടെ 1 യോഹന്നാൻ്റെ 4 അതിൻ്റെ 6 അവസാനിക്കുന്നത് ഇങ്ങനെയാ, ദാറ്റ് ഈസ് ഹൗ വി നോ ഇഫ് someone has a spirit of truth or the spirit of deception. കണ്ടോ, വ്യാജത്തിൻ്റെ ആത്മാവാണോ സത്യത്തിൻ്റെ ആത്മാവാണോ ഒരുവനിൽ വസിക്കുന്നേ എന്ന് എങ്ങനെ അറിയാം? ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിൻ്റെ ഭാഗമാണ്, ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് അവൻ കേൾക്കുന്നത്, ക്രിസ്തുവിൻ്റെ സംസാരമാണ് അവൻ്റെ വായിൽ നിന്ന് വീണത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ മാത്രമേ ഇന്ന് നോക്കി പഠിക്കാനുള്ളൂ. ഒരു വ്യക്തിയെ നോക്കിയാലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ ആരെ പോലും, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ഒന്നുമുള്ള ആരെ പോലെയും നമുക്കായി തീരാൻ നമ്മൾ ആഗ്രഹിക്കല്ലേ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പോലെ ആകാൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തുവിൽ നിന്ന് മാത്രം കേട്ടാൽ മതി, എനിക്ക് ക്രിസ്തുവിനെ പോലെ എനിക്കായിത്തീരണം. യേശു എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കിയാൽ മതി, യേശു എങ്ങനെ സംസാരിച്ചു, യേശു എങ്ങനെ ഇടപെട്ടു. ഹല്ലേലൂയ. അങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റിനും കാണുന്ന പലവരെയും പോലെ യേശു ആയിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷപ്പെടത്തില്ലായിരുന്നു. സ്തോത്രം. യേശു മഹാമനസ്സുള്ളവനും യേശു സകലത്തിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നവനും ഈ ലോകത്ത് പലതും നമ്മളെ തളർത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്നവനും ആയ നല്ല കർത്താവ് നമ്മുടെ ഇടയനായതിനാൽ, നമ്മുടെ അപ്പ ആയതിനാൽ ഹല്ലേലൂയ നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ. ക്രിസ്തുവിൽ നിന്ന് മാത്രം കേൾക്കണം, ആത്മാവിൽ നിന്ന് മാത്രം കേൾക്കണം. തിരുവചനം പറയുന്നു ഹല്ലേലൂയ, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് സംസാരിക്കുന്നവൻ്റെ അകത്ത് ലോകത്തിൻ്റെ ആത്മാവാ, പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് സംസാരിക്കുന്നവനോ അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവാ. 1 യോഹന്നാൻ 4:5-6 വാക്യത്തിൻ്റെ സത്ത് അതാ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം, കർത്താവിൽ നിന്ന് പ്രാപിക്കാം. എന്താണെന്ന് വെച്ചാൽ യേശു നമുക്ക് വേണ്ടി ജയാളിയായി തീർന്നതാ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് നമ്മുടെ ജയാളിയുടെ ആത്മാവാ നമ്മുടെ അകത്ത് വസിക്കുന്നത്. നാം ജയിച്ചവരാ. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ ജയിച്ച വ്യക്തിയാ. ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തിൻ്റെ ഭാഗമല്ല, ഞാൻ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഞാൻ ജയിച്ചവനെയാ സേവിക്കുന്നത്, ജയിച്ച വിധത്തിൽ
ഞാൻ ജീവിക്കത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ജീവിതത്തിനകത്ത് എല്ലാ മേഖലയ്ക്കകത്തും ജയമുണ്ടാകട്ടെ. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കണം, ഞാൻ ജയാളിയാ സേവിക്കുന്നേ, ഞാൻ ജയിച്ച വ്യക്തിയാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, സകലത്തിലും ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.